Better than 1,000 hollow words is one word that brings peace. 1000 അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ അർത്ഥമുള്ള ഒരൊറ്റ വാക്കിലൂടെ സ്നേഹവും സമാധാനവും നൽകാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാണ്? സാക്ഷാൽ ബുദ്ധനാണ്. കഴിഞ്ഞ 10 ദിവസമായി പല മഹാന്മാരുടെയും അർത്ഥമുള്ള വാക്കുകളെ ഇങ്ങനെ കോർത്ത് കെട്ടുകയായിരുന്നു നമ്മൾ, അല്ലേ? ഒരു സഹായം ചെയ്യാമോ? നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ജീവിതത്തെയും ഏറ്റവും കൂടുതൽ സ്പർശിച്ച മഹാന്മാരുടെ വചനങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അതൊന്ന് അയച്ചു തരാമോ? അടുത്ത ദിവസങ്ങളിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് കഥ പറയാം. അപ്പോൾ ചോദിക്കും, എന്തിനാണ് കഥ എന്ന്? നമ്മുടെ ഭാവനയെ ഉണർത്താൻ കഥകളോളം മറ്റൊന്നിനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടല്ല 1001 രാവുകളും പഞ്ചതന്ത്രം കഥകളും ഈസോപ്പ് കഥകളുമൊക്കെ ഇന്നും ആളുകൾ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഥ എന്തിനാ, കാര്യം പറഞ്ഞാൽ പോരെ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടൊരു കഥ പറയാം. ഒരാൾ പശുവിനെ ആലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. അടിച്ചും ഒച്ച വെച്ചും കൊമ്പിൽ പിടിച്ചു വലിച്ചുമൊക്കെ അയാൾ ആവത് ശ്രമിച്ചു നോക്കി. പക്ഷെ പശുവല്ലേ, ഇങ്ങോട്ട് തെളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. ഇതെല്ലാം കണ്ടു നിന്ന ഒരു ഗുരു പറഞ്ഞു, സുഹൃത്തേ, ഇങ്ങനെയല്ല പശുവിനെ തെളിക്കേണ്ടത്. ഗുരു ഇത്തിരി ഇളംപുല്ല് പറിച്ചെടുത്തു. ആ പശുവിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു. ആ പുല്ല് കിട്ടാനായിട്ട് പശു മുന്നിലേക്ക് നടന്നു. പശുവിനെ അത് തിന്നാൻ സമ്മതിക്കാതെ ഗുരു മുന്നിലേക്ക് നടന്നു. അപ്പോൾ പശുവും ഒപ്പം നടന്നു. അങ്ങനെ നടന്ന് ആലയിലേക്ക് ആ ഗുരു പശുവിനെ നയിച്ചു. ഈ ഇളംപുല്ലാണ് കഥകൾ. മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അലിഞ്ഞിറങ്ങേണ്ട ആശയങ്ങൾ പറയുമ്പോൾ അതിലേക്ക് കുട്ടികളുടെ മുഴുവൻ ശ്രദ്ധയും കൊണ്ടുവരാനുള്ള തന്ത്രമാണ് കഥകൾ. നമുക്ക് ഇനിയും കഥകൾ പറയാം. അതിനായിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ച ആരുടെയെങ്കിലും ഒക്കെ മഹത് വചനങ്ങൾ അയച്ചു തരണം എന്ന്. അയക്കണേ. ചിലരുടെ വരികൾ, പലരുടെ കഥകൾ.